Copyright disclaimer under Section 107 of the Copyright Act 1976. Allowance is made for fair use for purposes such as criticism, comment, news reporting, scholarship, and research. Fair use is a use permitted by copyright statute that might otherwise be infringing. Non-profit, educational, or personal use tips the balance in favor of fair use. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2024 ഷാഹിദ് കപൂർ അഭിനയിച്ച ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ മൂവിയാണ്. സിനിമയുടെ പേര് തേരി ബട്ടൂൻ മേ ഐസ ഉജ്ല ജിയ. പേരൊക്കെ വലുതായിട്ടൊക്കെ തോന്നും, പക്ഷേ സിനിമ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ആ ഒരു കാറ്റഗറിയിലൊക്കെ പെടുന്ന സിനിമയാണ്. ഏകദേശം നമ്മുടെ എന്തിരൻ ആ സിനിമയുടെയൊക്കെ ഒരു റെഫറൻസ് ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ സിനിമ വേർത്തായിരിക്കും. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. എന്നാൽ ഒട്ടും ബോറടിപ്പിക്കാതെ നമുക്ക് സിനിമയിലേക്ക് പോയാലോ? धीरे-धीरे सब सीख जाएगी। अरे हाँ, मैं कल आ रहा हूँ इसको देख, आप सारी बातें कर लेते अरे वाह, ये तो बड़ी प्यारी लगी। ये इस घर की न्यू मेंबर हरामी बहू, हमारी बहू। സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി. നമ്മുടെ നായകന് കല്യാണപ്രായമായപ്പോൾ അവൻ്റെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഒരുപാട് പ്രപ്പോസൽ കൊണ്ടുവരുന്നു. എന്നാൽ നമ്മുടെ നായകന് കാണാൻ കൊള്ളത്തില്ല, സ്പാർക്കില്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണാലോചനകൾ മുടക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം സിഫ്ര എന്നൊരു പെൺകുട്ടിയെ നമ്മുടെ നായകൻ പരിചയപ്പെടുന്നു. അവൻ അവളെ ആത്മാർത്ഥമായി പ്രണയിച്ചു. നായകൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു പെൺകുട്ടി. ഇങ്ങനത്തെ ഒരു പെൺകുട്ടിയായിരുന്നു നമ്മുടെ നായകൻ്റെ മനസ്സിലും. എന്നാൽ പിന്നീടാണ് അവന് മനസ്സിലായത് സിഫ്ര ഒരു റോബോട്ടാണെന്ന്. മനുഷ്യനെ പോലെ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു റോബോട്ട്. എങ്ങനെയാണ് ഒരു റോബോട്ടിനെ കല്യാണം കഴിക്കുന്നത്? എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചാലും നായകൻ അവളെ മറക്കാൻ സാധിക്കുന്നില്ല. പിറ്റേ ദിവസം നമ്മുടെ നായകൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കോമഡിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കോമഡി എൻ്റർടൈനർ സിനിമയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു സിനിമ കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ, ബൈ.